ഇൻക്ലാബ് സിന്ദാബാദ്, ആർജെഡി സിന്ദാബാദ്, സഖാപിയാർ സിന്ദാബാദ്. പോരാട്ടത്തിൻ നാളുകളിൽ ഞങ്ങളെയാകെ നയിച്ച സഖാവേ, പ്രിയ നേതാവേ, ഇല്ല അങ്ങ് മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ആർജെഡി സിന്ദാബാദ്, സഖാപിയാർ സിന്ദാബാദ്. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി സഖാവ് പ്രവീണിനെ വിനയപുരസരം ക്ഷണിക്കുകയാണ്.
125ാം ചരമവാർഷികാചരണത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പാർട്ടിയുടെ മുതിർന്ന സോഷ്യലിസ്റ്റും കിസാൻ ജനതയുടെ സംസ്ഥാന ഉപാധ്യക്ഷനുമായിരുന്ന ശ്രീ കെ കുമാരേട്ടൻ ജ്യോതി തെളിയിച്ചുകൊണ്ടാണ് ഈ അനുസ്മരണത്തിന് തുടക്കം കുറിച്ചിരുന്നത്. ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദരണീയനായ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി അംഗമായ ശ്രീ മനയത്തി ചന്ദ്രേട്ടൻ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ഈ നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയും പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി അംഗമായ ശ്രീ കെ പി മോഹനേട്ടൻ, പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കെ പി ചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ അധ്യക്ഷൻ ഗിരിജേട്ടൻ, പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ശ്രീ രവീന്ദ്രൻ കുന്നോത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം ഉഷാ രായരോത്ത്, പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ കരുവാങ്ങണ്ടി ബാലേട്ടൻ, മഹിളാ ജനതാദളിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ഒ പി ഷീജ, യുവജനതയുടെ മണ്ഡലം അധ്യക്ഷൻ രഞ്ജിത്ത്, പാർട്ടിയുടെ കുന്നോത്തുറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രഭാകരേട്ടൻ, പാർട്ടിയുടെ ശ്രീ ടി പി അബൂബക്കറാജിക്ക, സ്വാഗത പ്രസംഗം നടത്തിയ സ്വാഗത സംഘം കൺവീനറും മണ്ഡലം പ്രസിഡന്റുമായ പാർട്ടിയുടെ ശ്രീ പി ദിനേശൻ, ഒ മോഹൻ മാസ്റ്റർ, മറ്റു ബഹുമാനം നിറഞ്ഞ പാർട്ടിയുടെ സഖാക്കളെ, നാട്ടുകാരെ, സഖാ പി ആറിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം കൂടുതൽ വ്യക്തമായി സംസാരിക്കാനുള്ള ആളുകൾ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തിന് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ മേഖലയിലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് ഇന്ന് സഖാ പി ആറിന്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. സഖാ പി ആറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നോട് ചേർന്നിരുന്ന ആളുകളെ, തന്റെ സഖാക്കളെ തന്റെ സ്വന്തമെന്നോ ശത്രു എന്നോ നോക്കാതെ ഏതൊരാവശ്യത്തിന് ആര് വന്നാലും ശത്രുവോ മിത്രമോ നോക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയ കാലഘട്ടത്തിലൂടെയാണ് സഖാ പി ആറിന്റെ പ്രവർത്തനം പോയത്. സോഷ്യൽ പ്രസ്ഥാനത്തെ ഈ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ സഖാ പി ആർ നേതൃത്വം കൊടുത്തിരുന്നു. അവിടെ ഇടതുപക്ഷമെന്നോ ഐക്യ ജനാധിപത്യ മുന്നണിയോ നോക്കാതെ സ്വന്തം മുന്നണിക്ക് അകത്ത് പോലും ചിലപ്പോൾ തർക്കങ്ങൾ വന്നപ്പോൾ അതിനെ നേരിടാൻ ചങ്കുറ്റത്തോടെ സഖാ പി ആറിന് സാധിച്ചിട്ടുണ്ട്. അതാ സഖാ പി ആർ എന്ന രണ്ടക്ഷരത്തിലൂടെ ഇന്നും ഈ നിയോജക മണ്ഡലത്തിലും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും സഖാ പി ആർ എന്ന് പറയുമ്പോൾ ശരിക്കും പ്രത്യേകിച്ച് പഴയകാല സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആവേശകാലമാണ്. ഇന്ന് സഖാ പി ആറിന്റെ അനുസ്മരണം ഇവിടെ തുടക്കുമ്പോൾ രാവിലെ ഇവിടെ എത്തിച്ചേർന്നത് സഖാ പി ആറിന്റെ കൂടെ കാലഘട്ടത്തിലുണ്ടായ പഴയ അധികം സഖാക്കളായിരുന്നു. അവർക്കറിയാം ആരാണ് സഖാ പി ആർ എന്നാണ്. ആ കാലഘട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈ സംസ്ഥാനത്തെ അമരക്കറായ അരങ്ങിൽ ശ്രീധരേട്ടനായാലും കുഞ്ഞിരാമക്കുറുപ്പായാലും കെ ചന്ദ്രശേഖരനായാലും അവരെല്ലാം നമ്മൾ വിട്ടുപോയതാണ്. അവരെല്ലാം അനുസ്മരണ സമ്മേളനമാണ് ഒരുമിച്ച് നടക്കുന്നത്. ഇവരെല്ലാം വ്യക്തിപരമായും ഒരുമിച്ച് നിന്നുകൊണ്ട് കൂട്ടായ്മയോടുകൂടിയും ഈ പ്രസ്ഥാനത്തെ വളർത്താൻ ശ്രമിച്ചു. നമുക്ക് വേണ്ടതാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറകളെ സംബന്ധിച്ചിടത്തോളം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത്. പ്രത്യേകിച്ച് ശത്രു എന്നോ മിത്രമോ നോക്കാതെ മുഴുവൻ ആളുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് മുമ്പോട്ട് പോകണം. സഖാ പി ആറിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ശത്രുക്കൾ ഉണ്ടാവുമ്പോഴും സഖാ പി ആർ ചെയ്തത് മറ്റൊന്നുമല്ല, ശത്രുക്കളെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വലം കൈ ആ ശത്രുവിന്റെ ചുമലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ മിത്രമാക്കുന്ന ഒരു കാഴ്ചപ്പാട് സഖാ പി ആറിനുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടാണ് നമ്മുടെ സഖാക്കൾ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത്. പണ്ട് ഒരു സഖാവിനെ ഒരു ശത്രുവായി കാണുമ്പോൾ ആ സഖാവിനെ ശത്രുവായി കാണാതെ ഒരുമിച്ച് എത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഇന്ന് അതിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ശത്രുക്കളെ ശത്രുക്കളായി മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടം രാഷ്ട്രീയത്തിലൂടെ കടന്നുപോവുകയാണ്. പ്രത്യേകിച്ച് ഏത് മേഖലയിലായാലും അത് കടന്നുകൊണ്ട് അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ പാകിക്കൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയൊരു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായി പോരാടാൻ രാഷ്ട്രീയ ജനതാദൾ എന്ന കക്ഷിക്ക് മാത്രമേ സാധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് SIR എന്ന പദ്ധതിയോടുകൂടി രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും വെട്ടിനിർക്കുകയാണ്. ഇപ്പോൾ ബംഗാളിൽ 58 ലക്ഷം വോട്ടുകൾ വെട്ടിനിർക്കുക
മാറ്റിമറിക്കിയിരിക്കുകയാണ്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം 25 ലക്ഷം ആളുകൾക്ക് വോട്ടില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തത് രാഷ്ട്രീയ ജനതാദളിന്റെ നേതാവായ തേജസ്വി യാദവും അതേപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയായിരുന്നു. അവിടെയും നമ്മൾ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഒറ്റക്കെട്ടായി നിർത്താൻ വേണ്ടി കോൺഗ്രസിന് വേണ്ടിയും CPM-ന് വേണ്ടിയും നമ്മൾ പരസ്പരം സഹായിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. അതാണ് രാഷ്ട്രീയ ജനതാദളിനെ കൂടെ സംബന്ധിച്ചിരുന്നത്. ഇപ്പോൾ പുതിയ പുതിയ നയങ്ങൾ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിന് ദേശീയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലും എടുത്തു മാറ്റുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. അത് മാറ്റിയിട്ട് പുതിയൊരു പേര് കൊടുത്തിരിക്കുകയാണ്. VPG റാം പദ്ധതിയിലേക്ക് പോയിരിക്കുകയാണ്. ഇന്നലെ ആ ബിൽ പാർലമെന്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ മന്ത്രി പറഞ്ഞത് എന്തായിരുന്നു? ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്ന ശിവരാജ് ചൗഹാൻ പറഞ്ഞത് എന്താണ്? ബാപ്പിച്ചു പറഞ്ഞത് രാമരാജ്യം വേണമെന്നാണ്. അതാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായി ദാരിദ്ര്യമില്ലാതാക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്ന വനിതകളാണ്. അവർക്ക് ആ പദ്ധതി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ശക്തമായി നേരിടാൻ നമ്മൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തിന് കേരള സംസ്ഥാനത്ത് നടക്കുന്ന അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൽ പോലും ഞങ്ങൾക്ക് വേണ്ടാത്ത സിനിമകൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇവിടെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തെ ആക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അവിടെയാണ് സഖാവ് PR മരങ്ങൽ ശ്രീധരും K ചന്ദ്രശേഖരൻ അതേപോലെ കുഞ്ഞിരാമക്കുറുപ്പും നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ മുമ്പോട്ട് വരുന്നത്. കൂടുതലായി ഒന്നും സംസാരിക്കാത്ത ഇന്നത്തെ അനുസ്മരണ സമ്മേളനത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് ഒരു മാസക്കാലം ജനുവരി 17 വരെ RJD-യുടെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഘട്ടം ഘട്ടമായി കൂട്ടമായി നിന്നുകൊണ്ട് നമ്മുടെ കുടുംബയോഗങ്ങൾ സജീവമായി വിജയിപ്പിക്കാനുള്ള പ്രവർത്തനം, എല്ലാത്തിനുമുപരി നമ്മുടെ ശക്തി തെളിയിക്കുന്ന ജനുവരി 17 പാനൂരിൽ നടക്കുന്ന റാലിയിൽ ബഹുഭൂരിപക്ഷത്തോടെ മുഴുവൻ ആളുകളുടെ പങ്കാളിത്തത്തോടെ വമ്പിച്ച വിജയമാക്കിയ റാലിയെ മാറ്റിക്കൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശക്തിയാണ് രാഷ്ട്രീയ ജനതാദൾ എന്ന് കാണിക്കേണ്ട പ്രവർത്തനമാണ് നിങ്ങളുടെ ഓരോരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. നമ്മുടെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ സഖാക്കളിൽ നമ്മുടെ ജനപ്രതിനിധികളായവരുണ്ട്, ജനപ്രതിനിധിയായി മത്സരിച്ച് തോറ്റവരുണ്ട്. പക്ഷെ തോറ്റവരെയും ജയിച്ചവരെയും ഒരുമിച്ച് ഉൾക്കൊണ്ടുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയ ജനതാദൾ മുമ്പോട്ടേക്ക് പോകുന്നത്. അതിന് ഒറ്റക്കെട്ടായി മുഴുവൻ ആളുകളും ഇതിന്റെ പിന്നിൽ അണിനിരക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട രാഷ്ട്രീയ ജനതാദളിന്റെ ദേശീയ കമ്മിറ്റി അംഗം സഖാവ് മനോഹർ ചന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മോഹനൻ, സഖാവ് അരങ്ങൽ ശ്രീധരൻ, സഖാവ് K ചന്ദ്രശേഖരൻ, K കുഞ്ഞിരാമക്കുറുപ്പ്, PR-ന്റെ തട്ടകം ഇവിടെ നിന്നുകൊണ്ട് PR-നെ പറ്റി ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. 25 വർഷം കടന്നു പോകുമ്പോഴും ഇപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ സജീവമായ അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുള്ള, പണ്ട് ആഗ്നേയ ഇങ്ങനെ ഹനുമാൻ നെഞ്ചു പിളർന്ന് കാണിക്കുന്നുണ്ട് ശ്രീരാമനെ, അതുപോലെ ഇവിടെയുള്ള ഓരോ സോഷ്യലിസ്റ്റുകാരൻ്റെയും നെഞ്ചു പിളർക്കുമ്പോൾ കാണുന്ന ചിത്രം സഖാവ് PR-ൻ്റെതായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ സംസ്ഥാനത്തിൽ ആദ്യമായി ജീവിക്കുന്ന സോഷ്യലിസ്റ്റിന് ഒരു മന്ദിരം നിർമ്മിച്ചത് ഈ പാനൂരിലാണ്, PR-ന്റെ പേരിൽ. ഇവിടെയുള്ള വീടുകളിലൊക്കെ ദൈവത്തിന്റെ ചിത്രം വെക്കാറുണ്ട്, ദേവികളുടെ ചിത്രം വെക്കാറുണ്ട്. അതോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ചിത്രം, ഉള്ള ചിത്രം സഖാവ് PR-ൻ്റെതാണ്. അത്രയധികം ജനമനസ്സുകളെ സ്വാധീനിച്ച മറ്റൊരു നേതാവും ഇവിടെയല്ല ഈ സംസ്ഥാനത്തിൽ തന്നെ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അങ്ങനെ ജനങ്ങളുടെ നേതാവായി അവരുടെ വികാരങ്ങളോടൊപ്പം അവരുടെ സുഖദുഃഖങ്ങളോടൊപ്പം എപ്പോഴെങ്കിലും പ്രതിസന്ധി വന്നാൽ കരുതലായി കാവലായി നിന്ന് മഹാനായ ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു സഖാവ് PR കുറുപ്പ്.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനം വന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാനം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ 11ാം സ്ഥാനത്താണ്. കേരളം കണ്ട ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് സംഘാടകനായ PR ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ഈ പാനൂരിലെ, ഈ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ സാക്ഷി നിർത്തി PR ഉണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിലെ 3ാമത്തെ കക്ഷിയായി നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്തുവരുമായിരുന്നു. അതിന് സാക്ഷ്യപത്രത്തിന് ഒപ്പിടുമായിരുന്നു PR ഉണ്ടായിരുന്നെങ്കിൽ. അത്രയധികം സംഘാടന പാടവമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ക്യാമ്പുകളിൽ അവതരിപ്പിക്കപ്പെട്ട അതൊരടിസ്ഥാന രേഖയാണ്. ഒരു പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം, തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അഭിമുഖീകരിക്കണം, സ്ഥാനാർത്ഥി എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരു ജനതയെ സോഷ്യലിസത്തിന്റെയും സംഘാടനത്തിന്റെയും പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ച PR എന്ന മഹാനായ സോഷ്യലിസ്റ്റ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, എന്തൊരു പ്രതിസന്ധി ഒരാൾക്കുണ്ടാകുമ്പോഴും കൂടെ നിൽക്കുന്നു എന്നതാണ്. എനിക്കറിയാം, പണ്ട് മടത്തിൽ മുഹമ്മദ് ഹാജി, അദ്ദേഹം മലപ്പുറം ജില്ലാ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു കൊലപാതകത്തിലെ പ്രതിയായിരുന്നപ്പോൾ PR അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന, അദ്ദേഹം പറഞ്ഞു, PR ഉള്ള കാലത്തോളം ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല, ഒരു പോലീസിനെയും ഭയപ്പെടുന്നില്ല, ഒരു ഭരണകൂടത്തെയും ഭയപ്പെടുന്നില്ല, എന്റെ കൂടെ PR ഉണ്ട്. അത് മടത്തലിന്റെ മാത്രം വികാരമല്ല, ഈ സംസ്ഥാനത്തിലെ ഓരോ സോഷ്യലിസ്റ്റുകാരന്റെയും വികാരമാണ്, ഓരോ ജനതാ പ്രവർത്തകന്റെയും വികാരമാണ്. ശരിയെ ശരിയായി കാണുകയും, ഇവിടെ പ്രവീൺ പറഞ്ഞതുപോലെ എതിർപക്ഷത്തുള്ളവർ, അഭിപ്രായ വ്യത്യാസമുള്ളവർ, അവരെയെല്ലാം കൂടെ നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വന്നപ്പോൾ, ഞാൻ ലൈബ്രറി കൗൺസിലിന്റെ ഫുൾ ടൈം മെമ്പറായിരുന്നു. ലൈബ്രറി നിയമം കൊണ്ടുവന്നു. ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അവസരത്തിൽ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിന്റെ ഭാരവാഹിത്വം സംബന്ധിച്ച് പാർട്ടിയിൽ ചിലർക്ക് വേണം, ചിലർക്ക് വേണ്ട എന്നൊക്കെ പറയുകയുണ്ടായി. PR എന്നോട് പറഞ്ഞു, നീ തന്നെ ആവട്ടെടോ ഭാരവാഹി. അത് പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ വളരെ ശക്തമായി അദ്ദേഹം പറയുകയും അങ്ങനെ 1ാം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ഭാരവാഹിയായി മാറിയത് ഞാൻ കരുതുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സ്നേഹത്തോടു കൂടി ഓർമ്മിക്കുന്നു, PR-ന്റെ ആ ഇടപെടലായിരിക്കും. അങ്ങനെ ശരിയെന്ത്, ആ ശരിയുടെ കൂടെ നിൽക്കുകയും സത്യമെന്തെന്ന് വിളിച്ചു പറയുകയും പ്രവർത്തകന്മാരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും സാധിച്ച ഒരാളായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ജീവിതത്തിലുടനീളം അദ്ദേഹം ഒരു പോരാളിയായിരുന്നു. ഇവിടെ മുടിഞ്ഞ മുദ്രാവാക്യം പോലെ ആ പോരാട്ട വിധികളിൽ അടിപതറാതെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 1967 67 കേസുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ. ഇവിടുത്തെ എല്ലാ പാർട്ടികളും ഈ മഹാമേരുവിനെതിരായി, മഹാത്മാവിനെതിരായി ഒന്നിച്ചു നിന്നപ്പോഴും അതിനെ ധീരതയോടുകൂടി നേരിട്ട ഏറാമല പഞ്ചായത്ത്, ഞാൻ അവിടുത്തെ ഒരു പ്രവർത്തകനാണ്, ഒരു സഹോദര തുല്യമായ, അവിടെ ഏത് പ്രശ്നമുണ്ടായാലും അദ്ദേഹം ഓടിവിത്തുമായിരുന്നു. അവിടുത്തെ പാർട്ടി കുഞ്ഞറാമക്കുറുപ്പിനോടൊപ്പം മരങ്ങൾ സ്വീകരനോടൊപ്പം സ്നേഹിച്ച, അവരെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ഒരു ബിംബമായിരുന്നു PR. അദ്ദേഹത്തെ പറ്റി അറിയാവുന്നവരും അനുഭവിച്ചവരുമായ നിങ്ങളുടെ മുമ്പിൽ എന്താണ് പറയേണ്ടത്? ഞാൻ ഓർക്കുന്നു, സഹകരണ പ്രസ്ഥാനത്തിന്റെ
വാർഷികം ജൂബിലി ആഘോഷിക്കുന്ന സന്ദർഭമാണ്. സഹകരണ നിയമം 1969 സഹകരണ നിയമം സഖാവ് PR സഹകരണ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഇത്രയും ജനാധിപത്യപരമായ ഒരു സഹകരണ നിയമം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലുമില്ല. അതിന്റെ ഉള്ളറിഞ്ഞുകൊണ്ട് ഇപ്പോൾ 28ഓളം ഭേദഗതികൾ അതിന് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗവൺമെന്റ് സമഗ്ര ഭേദഗതി എന്ന് പറഞ്ഞുകൊണ്ട് 58 ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഭേദഗതികൾ കൊണ്ടുവന്നെങ്കിലും 28 പ്രാവശ്യം ഭേദഗതികൾ കൊണ്ടുവന്നെങ്കിലും 1960 കൂട്ടി നോക്കൂ, എത്ര വർഷം മുമ്പ് സഖാവ് PR രൂപകൽപ്പന ചെയ്ത ആ നിയമത്തിന്റെ അടിത്തറ ഒന്നുപോലും ഇളകിയിട്ടില്ല. അത് അതേപോലെ നിൽക്കുകയാണ്. അത്രയും ദീർഘവീക്ഷണമുള്ള സഹകരണ നിയമത്തിൽ ഭേദഗതി വരുമ്പോൾ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചട്ടങ്ങൾ പിന്നീട് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയത് കാലതാമസം വരും, എത്രയോ മാസങ്ങളും വർഷങ്ങളും വരും. പക്ഷെ ഈ നിയമം കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ നിയമ നിർമ്മാണ ചരിത്രത്തിൽ നിയമത്തിന്റെ കൂടെ തന്നെ ചട്ടങ്ങളും നിയമസഭയിൽ പാസാക്കിയ ഒരേ ഒരു നിയമം സഖാവ് PR പൈലറ്റ് ചെയ്ത സഹകരണ നിയമങ്ങളും ചട്ടങ്ങളുമാണ്. മറ്റെല്ലാ നിയമങ്ങളും നിയമം വന്നതിന് ശേഷം കുറെ കാലതാമസമെടുത്ത് പിന്നീടാണ് ചട്ടങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുക. എന്നാൽ സഹകരണ നിയമം അതിന്റെ സെക്ഷൻസോടൊപ്പം നിയമത്തോടൊപ്പം അതിന്റെ റൂൾസ് കൂടി തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ ആ നിമിഷം അത് പ്രവർത്തനപഥത്തിൽ വരികയാണ്. അത്തരം ദീർഘവീക്ഷണത്തോടുകൂടി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ കണ്ട ഒരുപക്ഷെ റോബർട്ട് ഓവനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, ലോകത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയുന്നു, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് സഖാവ് PR കുറുപ്പാണ്. ആ PR കുറുപ്പിനെ സഹകരണ പ്രസ്ഥാനമുള്ള കാലത്തോളം കേരളം അനുസ്മരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അത്രയധികം ഭരണരംഗത്ത്, സംഘടനാ രംഗത്ത്, അതുപോലെ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ എല്ലാം പ്രവർത്തിച്ച മഹാനായ ഒരു സോഷ്യലിസ്റ്റിനെ 25 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ എങ്ങനെ അദ്ദേഹത്തെ കണ്ടുപോകും, അതേപോലെ 25 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തെ കാണുന്നു, അദ്ദേഹത്തെ മനസ്സിലാക്കുന്നു, അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നു, അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അദ്ദേഹത്തെ ആദരിക്കുന്നു എന്നത് ഈ നാട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അനുസ്മരിക്കുന്ന മറ്റൊരാൾ അരങ്ങിൽ ശ്രീധരനാണ്. ശ്രീധരനെ പറ്റി എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആദർശത്തിന്റെ ആൾ രൂപമാണ്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് 1967 1,08,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്, സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പാർലമെന്റിൽ അരങ്ങിലിന്റെ ആദ്യത്തെ പ്രസംഗം, സാധാരണ പ്രധാനമന്ത്രിമാരൊന്നും പുതിയ MP-മാരെ പരിഗണിക്കാറില്ല, പലപ്പോഴും പാർലമെന്റിൽ ഇരിക്കാറുമില്ല. പക്ഷേ അരങ്ങിൽ ശ്രീധരേട്ടന്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ ഇന്ദിരാഗാന്ധി തന്റെ കണ്ണട മാറ്റി മുമ്പിലുള്ള ഡെസ്കിൽ വെച്ച് ആ പ്രസംഗം അവസാനിക്കുന്നത് വരെ ആ പ്രസംഗം സൂക്ഷ്മതയോടുകൂടി അവർ കേട്ടു. അന്ന് വൈകുന്നേരം ശ്രീധരേട്ടന്റെ പാർലമെന്റ് ഫ്ലാറ്റിൽ ഒരു ദൂതൻ വന്നു. അദ്ദേഹം പറഞ്ഞത്, മാഡം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്, ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടാണ്, പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്, താങ്കൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരൂ. അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി ചെറിയൊരു പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരൂ, നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം, നിങ്ങൾക്ക് ഏത് സ്ഥാനം വേണമോ ആ സ്ഥാനം തരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും ബാക്കി നിൽക്കാതെ അരങ്ങിൽ പറഞ്ഞ മറുപടി, ഞാൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മഹത്തായ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തകനാണ്. ജയപ്രകാശ് നാരായണനും അധികാരമോഹികളല്ലാത്ത ജയപ്രകാശും ആചാര്യ നരേന്ദ്രദേവും ലോഹിയും പട്ടാഭി നിരവധി ആളുകൾ വളർത്തിക്കൊണ്ടുവന്ന മഹത്തായ പ്രസ്ഥാനം മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്
അധികാരങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ നിലകൊള്ളുന്നതും എന്റെ പ്രസ്ഥാനം നിലകൊള്ളുന്നതും എന്ന് ധീരമായി പറഞ്ഞ സഖാവ് അരങ്ങിൽ സമ്പന്നനായി ജനിച്ച് അവസാനം അദ്ദേഹത്തിന്റെ വീട് പോലും ജപ്തി നടപടിക്ക് വിധേയമാവേണ്ടി വന്ന രൂപത്തിൽ ബാധ്യതയോടുകൂടി നമ്മൾ വിട്ടുപിരിഞ്ഞ അരങ്ങിൽ ശ്രീധരേട്ടൻ. അദ്ദേഹത്തിന്റെ എല്ലാ സമ്പത്തും ഈ പ്രസ്ഥാനമായിരുന്നു. പലപ്പോഴും പറയാറുണ്ട്, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാന വാക്കാരാണ് അതരങ്ങിൽ ശ്രീധരേട്ടനായിരുന്നു. അദ്ദേഹം എല്ലാ കാലത്തും ഒരു പോരാളിയായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായപ്പോൾ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. എല്ലാവരുമുണ്ട്, എല്ലാ നേതാക്കന്മാരുമുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീധരേട്ടനാണ്. അപ്പൊ തലേന്നിരുന്ന് ആലോചിച്ചു, എങ്ങനെയാണ് ഉദ്ഘാടനം വേണ്ടത്, ആര് സ്വാഗതം പറയണം, ആര് അധ്യക്ഷം വഹിക്കണം. ശ്രീധരേട്ടൻ പറഞ്ഞു, നാളെ പറഞ്ഞാൽ മതി. പേരമണ്ടിലാണ് അദ്ദേഹം താമസം. സാധാരണ അദ്ദേഹം വാച്ച് കിട്ടുന്ന ആളാണ്. കീശയിൽ ഒരു പേഴ്സോ അതുപോലെ ഒരു പേനോ ഉണ്ടാകും. അദ്ദേഹം പേരമണ്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതൊന്നുമില്ലായിരുന്നു. വാച്ച് അഴിച്ചു വെച്ചു, പേന അടിച്ചു മാറ്റിവെച്ചു, പേഴ്സ് മാറ്റിവെച്ചു. അദ്ദേഹം ആ പ്രകടനം നയിച്ചു വരികയാണ്. നിയമസഭാ മന്ദിരത്തിന് മുമ്പിലെത്തിയപ്പോൾ ഒരു സ്വാഗതവും ഉദ്ഘാടനവും ഇല്ലാതെ ആ ഗേറ്റ് തള്ളി തുറന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക്, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ അരങ്ങിൽ അദ്ദേഹം പറഞ്ഞു, ഈ സമരം ഇങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പോലീസ് വളരെ ക്രൂരമായി ലാത്തിചാർജ് നടത്തി. അതുപോലെ തന്നെ PR-ന്റെ അടക്കം നേതൃത്വത്തിൽ കിസാൻ പഞ്ചായത്ത്, PR കിസാൻ പഞ്ചായത്തിന്റെ ആദ്യ സംഘാടകന്മാരിൽ നേതാക്കന്മാരിൽ ഒരാളാണ്. അന്ന് കിസാൻ പഞ്ചായത്താണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇവിടെ കാർഷിക മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചത്. കുടിയായ്മയ്ക്കെതിരായി ഇവിടെയുള്ള ജനിച്ചു വീഴുന്ന മണ്ണിൽ, 6 അടി മണ്ണിൽ അവകാശത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം കാട്ടാമ്പള്ളിയിലും അതുപോലെ നുൽപ്പുഴയിലും കൂത്താളിയിലും അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ, രാമന്തളി, അത്തരം സ്ഥലങ്ങളിലുള്ള ആ കാർഷിക കലാപങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്ന ആ സമരങ്ങളിലെല്ലാം PR-ന്റെ കൂടെ അരങ്ങിൽ ശ്രീധരനും ഉണ്ടായിരുന്നു. കാട്ടാമ്പള്ളി സമരത്തിൽ മാർച്ച് മുന്നോട്ട് പോയപ്പോൾ നടത്തിയ ക്രൂരമായ ലാത്തിചാർജ്, കുഞ്ഞിരാമക്കുറുപ്പടക്കം PR കുറുപ്പടക്കം അരങ്ങിലടക്കം ആളുകളുടെ ശരീരത്തിൽ മറ്റൊന്നും ബാക്കിയില്ലായിരുന്നു. അത്രയും ലാത്തിചാർജിന് മർദ്ദനം. PR മരിച്ചുപോയി എന്നടക്കം ചിന്തിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അത്രയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായി ഇവർ. ഈ പറയുന്ന 4 പേരും പാർട്ടിയുടെ ഈ പ്രസ്ഥാനം നിലനിർത്തിയ ഈ മഹാസ്ഥാപനത്തിന്റെ സ്തംഭങ്ങളായിരുന്നു, അടിവേരുകളായിരുന്നു, കൽത്തൂണുകളായിരുന്നു. അരങ്ങിലും K ചന്ദ്രശേഖരനും കുഞ്ഞിരാമക്കുറുപ്പും PR. ആ അരങ്ങിൽ നമ്മൾ ഓർക്കുന്നു. അരങ്ങിൽ ഒരു മഹാപ്രതിഭയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം പാർലമെന്റിൽ മാത്രമല്ല, ആദ്യം അദ്ദേഹം മലയാളത്തിൽ പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ പിന്നീട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ കേരളം ഇതേവരെ വളർത്തിക്കൊണ്ടുവന്ന പ്രാസംഗികന്മാർ ഒരു 10 പേരെ എടുത്താൽ അതിലൊരാൾ അരങ്ങിൽ ശ്രീധരേട്ടനായിരിക്കും. അത്രയും ഉജ്ജ്വലമായ പ്രസംഗം. കേരളത്തിൽ വന്നിട്ടുള്ള ജയപ്രകാശ് മുതൽ VP സിംഗ് വരെയുള്ള നേതാക്കന്മാർ കടന്നുപോയപ്പോൾ അവരുടെ എല്ലാം പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തിയ വലിയൊരു പരിഭാഷകൻ. പാർലമെന്റ് അകത്തും പുറത്തും മന്ത്രിയായി കുറഞ്ഞ കാലം അദ്ദേഹം ഉണ്ടായിരുന്നു. കൊമേഴ്സ് വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. അന്നായിരുന്നു ആസിയാൻ കരാർ ഒപ്പുവെക്കാൻ വേണ്ടി ലോക നേതാക്കന്മാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടിയത്. ഇന്ത്യയിൽ നിന്നും പോയത് അരങ്ങിൽ ശ്രീധരേട്ടനായിരുന്നു, വാണിജ്യ സഹമന്ത്രി എന്ന നിലയിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയോട് ആ കരാറിൽ ഒപ്പുവെക്കാൻ പറഞ്ഞപ്പോൾ അരങ്ങിൽ പറഞ്ഞു, ഞാൻ ഇന്ത്യയിലെ 100 കോടി ജനങ്ങളെ പ്രതിദാനം ചെയ്തിട്ടാണ് വരുന്നത്. എനിക്ക് അവരോടാണ് ബാധ്യത, അമേരിക്കൻ സാമ്രാജ്യത്തോടല്ല. അതുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആസിയാൻ കരാറിൽ ഒപ്പുവെക്കില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ധീരത കാണിച്ച അരങ്ങിൽ ശ്രീധരേട്ടൻ. അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ
ഞാൻ ഇവിടെ നിരവധി നേതാക്കന്മാർ സംസാരിക്കാനുള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ നീട്ടി പറയുന്നില്ല. ചന്ദ്രശേഖരൻ 1960 മന്ത്രിയായിരുന്നപ്പോൾ ആധുനിക കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുണ്ട്, ആധുനിക കേരളത്തിന്റെ സൃഷ്ടികർത്താക്കളിൽ ഒരാളായി EMS കാണിക്കാറുണ്ട്. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ വലിയ പങ്ക് വഹിച്ച ആളായിരുന്നു വരങ്കൽ ശ്രീധരൻ, കെ ചന്ദ്രശേഖർ. അന്ന് തൂക്കങ്ങൾ ഇന്ന് കാണുന്ന കിലോഗ്രാമും ഗ്രാമും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തോല, പറ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അളവുകൾ. അതുപോലെ അന്ന് മുളം എന്നൊക്കെയാണ് അളവിനെ പറ്റി പറയാറുള്ളത്, അളവ് തൂക്കങ്ങൾ. ഇന്ന് കാണുന്ന അളവ് തൂക്കങ്ങൾ ഗ്രാമും സെന്റിമീറ്ററും മീറ്ററും ഒക്കെ വന്നത് ചന്ദ്രശേഖരൻ കേരളത്തിലെ ആദ്യത്തെ റവന്യൂ 1960 പട്ടം ഗവൺമെന്റിൽ റവന്യൂ മന്ത്രിയായിരുന്ന അവസരത്തിലാണ്. അതുപോലെ മുൻസിഫ്, മജിസ്ട്രേറ്റ് കോടതികളെ വിഭജിച്ച് ക്രിമിനൽ സ്വഭാവമുള്ളതെല്ലാം മജിസ്ട്രേറ്റ് കോടതിയിലും സിവിൽ കാര്യങ്ങളെല്ലാം മുൻസിഫ് കോടതിയിലേക്ക് മാറിയത്. അതുപോലെ ഈ കോടതികളുടെ ഘടന തന്നെ ഇവിടെ സബ് കോടതി, ഡിസ്ട്രിക്ട് കോടതി, ഹൈക്കോടതി, ആ സംവിധാനം വരുന്നത് തന്നെ ചന്ദ്രശേഖരൻ കേരളത്തിലെ മന്ത്രിയായിരുന്ന അവസരത്തിലാണ്. അദ്ദേഹം 87 മന്ത്രിയായിരുന്ന അവസരത്തിൽ വലിയ പരിഷ്കരണങ്ങൾ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇവിടുത്തെ ഏതൊരു ഗവൺമെന്റിനെയും തെരഞ്ഞെടുപ്പിലൂടെ മാറ്റിയത് വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്ന അപകടകരമായ തീരുമാനങ്ങളുടെ ഫലമായിട്ടാണ്. നമുക്കറിയാം, പ്രീ ഡിഗ്രി സമരമാണ് ആ ഗവൺമെന്റ് മറച്ചത്, അതിനു മുമ്പുള്ള 82 ഗവൺമെന്റിനെ. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കൊണ്ട് ഈ സംസ്ഥാനത്തിനും പ്രസ്ഥാനത്തിനും മുന്നണിക്കും വലിയ സംഭാവന ചെയ്ത, ഒരു പരാതികളുമില്ലാതെ ആ പ്രസ്ഥാനത്തെ, ഈ സംസ്ഥാനത്തിലെ നമ്മുടെ പ്രസ്ഥാനത്തെയും ഗവൺമെന്റിനെയും മുന്നണിയെയും നയിച്ച വലിയൊരു നേതാവായിരുന്നു ചന്ദ്രശേഖരൻ. അദ്ദേഹം ജയിലിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരിക്ക് അസുഖം വന്നു, പരോൾ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലടക്കപ്പെട്ട അവസാനത്തെ ആളെ വരെ വിട്ടയക്കുന്നത് വരെ ഞാൻ പരോളിൽ പുറത്തു പോകില്ല എന്ന് ശഠിച്ച. അന്ന് അടിയന്തരാവസ്ഥയിലെ നമ്മുടെ തീരുമാനം സമരം ചെയ്തുകൊണ്ട് ജയിലിൽ പോകണം എന്നതാണ്. പല നേതാക്കന്മാരും ഒളിവിൽ പോയിട്ടുണ്ട്, പലരും പറഞ്ഞതിന്റെ പേരിലാണെന്ന് പറഞ്ഞുകൊണ്ട്. പാർട്ടിയുടെ തീരുമാനം ഒളിവിൽ പോവരുതെന്നും പ്രവർത്തന രംഗത്ത് ആവണം എന്നുമാണ്. അന്ന് ചന്ദ്രശേഖരൻ കോഴിക്കോട് പ്രകടനം നടത്തിയിട്ടാണ്, ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനപ്രകാരം പ്രകടനം നടത്തിയിട്ടാണ് അദ്ദേഹം ജയിലിലേക്ക് പോയത്. അതുപോലെ തന്നെ പാർട്ടി തീരുമാനിക്കുന്ന എല്ലാ പരിപാടികൾക്കും മുന്തിയ പരിഗണന മന്ത്രിയായിരുന്ന അവസരത്തിലായാലും വക്കീലായിരുന്ന അവസരത്തിലും എല്ലാം ഒന്നാമത്തെ പരിഗണന പാർട്ടി യോഗങ്ങൾക്കും പാർട്ടികൾക്കുമായിരുന്നു. അദ്ദേഹം വടകര MLA ആയി കുറെ വർഷങ്ങളായി, അവിടെ മന്ത്രിയായി. അപ്പോഴെല്ലാം ജനങ്ങളുമായി ഏതൊരു കത്ത്, ഏതൊരു പരാതി കൊടുത്താലും അതിന് മറുപടി വരുന്ന ഒരു അടയാളപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരുന്നു. കുഞ്ഞിരാമക്കുറുപ്പിനെ പറ്റി പറഞ്ഞാൽ ഏറെ പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ ശതാബ്ദി ആഘോഷത്തിൽ ഞങ്ങളുടെ സ്മാരകം പണിതു. ആ സ്മാരകത്തിൽ ലൈബ്രറി ഉണ്ട്, കൺസൾട്ടിംഗ് സെന്റർ ഉണ്ട്, നിരവധി സൗകര്യങ്ങൾ ഒരുക്കിയ ഒരു അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം. 75ാം വാർഷികം ആഘോഷിക്കണം തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അനുസ്മരണങ്ങളോ ആദരവോ അല്ല വേണ്ടത്, എന്റെ പേരിൽ എനിക്ക് ഗാന്ധിജിയുടെ ഒരു പ്രതിമ വേണം. അങ്ങനെ ഓർക്കാട്ടേരിയിൽ ഗാന്ധി പ്രതിമ അദ്ദേഹം നടത്തി. സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വലമായ മുഹൂർത്തങ്ങൾ സംഭാവന ചെയ്ത ആളായിരുന്നു. കേളപ്പജിയുടെയും ഗാന്ധിജിയുടെയും നിർദ്ദേശപ്രകാരം വ്യക്തിസത്യാഗ്രഹ അദ്ദേഹത്തെ പോയത് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ട് അതിന്റെ ചാവടിയന്തരം കഴിയുന്നതിന് മുമ്പാണ്. ആ പായയിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം മസൂരി വന്ന്, അസുഖം പൂർണ്ണമായി മാറിയില്ല, ആ പിതാവിന്റെ ശവകുടീരത്തിൽ ചുറ്റി തർപ്പണം നടത്തി അദ്ദേഹം ഒറ്റക്ക് യാത്ര തിരിക്കുകയാണ്. വ്യക്തിസത്യാഗ്രഹം അതാണ്. അദ്ദേഹത്തെ വടകരയിൽ നിന്നും അദ്ദേഹം യാത്ര തിരിച്ചു. നിലമ്പൂരിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ കാലിനും കൈക്കും ചങ്ങലക്കിട്ട് റോഡിലൂടെ നടത്തിച്ച് ഇനി ആരും സമരം നടത്തരുത് എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ത്യാഗി വര്യനായ കുഞ്ഞിരാമക്കുറുപ്പ്. ഒരുപക്ഷെ കേരള ഗാന്ധി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കടത്തനാടൻ ഗാന്ധി എന്ന് കുഞ്ഞിരാമക്കുറുപ്പിന് പറയാൻ സാധിക്കും. അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു, നന്നായി എഴുതുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ജനങ്ങളിടയിൽ ഇറങ്ങി പ്രസംഗിക്കുമായിരുന്നു. അദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ
ആദ്യഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം വ്യാപിക്കുന്നതിന് മുമ്പ് അവിടെ യുവക് സംഘ് രൂപീകരിച്ചുകൊണ്ട്, യുവാക്കളുടെ സംഘടന രൂപീകരിച്ചുകൊണ്ട്, ഓർക്കാട്ടേരിയും കുന്നമുക്കരയും ചോമ്പാലും വടകരയും അതുപോലുള്ള സ്ഥലങ്ങളിൽ യുവക് സംഘ് രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും അടിത്തറ പാകിയ കുത്താളി സമരം വന്നപ്പോൾ, മുതുകാട് സമരം വന്നപ്പോൾ, പണ്ട് ഗാന്ധിയുടെ ആഹ്വാനം അനുസരിച്ച് ബീഹാറിൽ നടന്ന പോരാട്ടത്തിൽ പങ്കെടുത്ത പട്ടേലിനെ പോലെ അതുപോലെ ഉള്ള ആളുകളെ സ്മരിച്ചുകൊണ്ട് മുതുകാട് സർദാർ എന്ന് കുഞ്ഞിരാം കുറുപ്പിനെ വിളിക്കുന്ന രൂപത്തിൽ കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. കേരളത്തിൽ നടന്ന എല്ലാ കർഷക മൂവ്മെന്റിലും, പ്രസ്ഥാനത്തിലും, മുന്നേറ്റത്തിലും അദ്ദേഹം ഉജ്ജ്വലമായ പങ്ക് വഹിക്കുകയുണ്ടായി. ഈ വലിയ നേതാക്കന്മാരെ വീണ്ടും വീണ്ടും നമ്മൾ അനുസ്മരിക്കുന്നു. നമ്മുടെ മനസ്സിൽ അതൊരു പ്രചോദനമായി നിൽക്കുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെറിയ തിരിച്ചടികൾ എല്ലാ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ, അവരുടെ യഥാർത്ഥ ചിന്താഗതികൾ മനസ്സിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും പരാജയപ്പെട്ടു പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതായിട്ടില്ല. 2015 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് 24% സീറ്റുകൾ മാത്രമേ 24 സീറ്റുകൾ മാത്രമേ നിയമസഭയിൽ. ചില തിരിച്ചടികൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ അവസാനത്തെ കണക്ക് ഈ നിയമസഭാ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടുകൾ കണക്ക് കൂട്ടിയാൽ 60 മണ്ഡലങ്ങളിൽ ഇപ്പോഴും LDF ലീഡ് ചെയ്യുകയാണ്. 10 മണ്ഡലങ്ങൾ 1500 താഴെ വോട്ടിനാണ് ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത നിയമസഭയിൽ ഒട്ടാകെ വാരിപ്പോകും എന്ന്, നഷ്ടപ്പെട്ടു പോകുമെന്ന ധാരണ ആർക്കും വേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെ, പാർലമെന്റ് പാറ്റേൺ വേറെ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെ. ചില വിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടായിരിക്കാം, ചിലപ്പോൾ ഭരണകൂടത്തിനെതിരായിരിക്കാം, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പാർട്ടിയുടെ ശൈലി ഉയർത്തി, നമ്മുടെ പാർട്ടിയല്ല CPM-ന്റെ പാർട്ടി ലീഡർഷിപ്പിൽ വന്നിട്ടുള്ള ചില വികാരങ്ങളായിരിക്കാം. ഏതായാലും ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നമ്മൾ അടക്കം പങ്കാളിത്തം വഹിക്കുന്ന ആ മുന്നണിയുടെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകണം. ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ പത്രപ്രസ്ഥാനങ്ങൾ വരുന്നു. സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മുന്നണിയിൽ തന്നെ തുടരുമെന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ചില ആശങ്കകൾ, ചില പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളെ പരാജയപ്പെടുത്തി ഇതിന് മറ്റൊരു ചർച്ചകൾക്ക് നമ്മൾ പോവേണ്ടതായിട്ടില്ല എന്നാണ് ഞാൻ പറയാൻ കാരണം. 2014 പാലക്കാട് വീരേന്ദ്രകുമാർ മത്സരിക്കുന്നു. ആ സമയത്ത് തൃശ്ശൂരുള്ള ഒരു അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വാമിയുടെ അടുത്ത് ഞാൻ പോവുകയുണ്ടായി. ഞാൻ വിമലയും വൈഫും ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ പാർട്ടിയെ ഷാജി എന്ന് പറയുന്ന ആളാണ്. ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് എണ്ണിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ RSS അല്ല, ഞാൻ BJP അല്ല, എനിക്ക് ആ നയത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്ത്യ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. എല്ലാവർക്കും അവർ ആചാരവിശ്വാസങ്ങൾ വെച്ചു പുലർത്താൻ അവകാശമുള്ള 14 അദ്ദേഹം പറയുകയാണ്. ഇവിടെ മോഡി വരും, മോഡിയും BJPയും അധികാരത്തിൽ വരും. അദ്ദേഹം ഉത്തരേന്ത്യയിൽ പര്യടനം നടത്തി, ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തി, ഇംഗ്ലീഷൊക്കെ ഉജ്ജ്വലമായി പ്രസംഗിക്കുന്ന ആളാണ്, മടങ്ങി വന്ന ആളാണ്. അപ്പം എന്നോട് ചോദിച്ചു, ഞാൻ ഇന്ന പാർട്ടിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ പാലക്കാട് വീരേന്ദ്രകുമാർ മത്സരിക്കുന്നുണ്ടല്ലോ, ഞാൻ മത്സരിക്കുന്നു, ജയിക്കുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇലക്ഷനിലൂടെ വർക്ക് ചെയ്ത ആളാണ്, മോനായിട്ടും ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പരാജയപ്പെടുകയാണെങ്കിൽ ഒരു 15,000 വോട്ടിന്, അതിലപ്പുറം പോവില്ല. ജയിക്കുകയാണെങ്കിൽ 4,000 വോട്ടിന് അദ്ദേഹം ജയിക്കും. അദ്ദേഹം പറഞ്ഞു, നോ, ഹി വിൽ ബി ഡിഫീറ്റഡ് മോർ ദാൻ 1 lakh വോട്ട്സ്. 1,00,000-ലധികം വോട്ടിന് അദ്ദേഹം പരാജയപ്പെടും. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്താ സ്വാമി പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, 2009 വരെ കോൺഗ്രസിനും കരുണാകരനും കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരായി നിരന്തരമായി സംസാരിച്ച ഒരാൾ, അദ്ദേഹം കോഴിക്കോട് സീറ്റ് കിട്ടിയില്ല എന്നതിന്റെ പേരിൽ അതേ മുന്നണിയിൽ അദ്ദേഹം ഇക്കാലം അത്രയും വിമർശിച്ച ഒരു മുന്നണിയുടെ ജനപ്രതിനിധിയായി മത്സരിക്കുന്നു. ആദർശമാണ് പറയുന്നതെങ്കിൽ
ഒരു 78-ാമത്തെ 80-ാമത്തെ വയസ്സിൽ അദ്ദേഹം പാലക്കാട് വന്ന് മത്സരിക്കേണ്ടതുണ്ടോ? അവിടെ മത്സരിക്കുന്നത് രാജേഷാണ്, ഇന്നത്തെ തദ്ദേശ മന്ത്രി. അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ ഇത് കാണുന്നുണ്ട്, ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്, ജനങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ട്, അവർ ഇത് പ്രതികരിക്കും. വിശ്വാസ്യതയാണ് പ്രശ്നം. 2009 മുന്നണി മാറി UDF വന്നു, അതുകൊണ്ട് 2018 LDF വന്നു. ഇപ്പോൾ താൽക്കാലികമായൊരു തിരിച്ചടി ഉണ്ടായപ്പോൾ മുന്നണി മാറുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഈ പ്രസ്ഥാനത്തിന്റെ മരണമണിയായിരിക്കും. അതിനുവേണ്ടി ആരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യരുത്. അതേസമയം നമ്മുടെ പാർട്ടി പ്രവർത്തനം സജീവമാക്കണം. PR-ന്റെയും ഇവിടെ പറഞ്ഞ നേതാക്കന്മാരുടെയും അവരുടെ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും അവരുടെ നാമധേയങ്ങളും നമുക്ക് സജീവമായി പ്രവർത്തിക്കാനുള്ള ഉജ്ജ്വലമായ പ്രചോദനമായി തീരണം. ഈ പ്രസ്ഥാനം പല പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. കേരളത്തിലെ സുശക്തമായ ഒരിടം, ഈ രാജ്യത്തിലെ പ്രകൃതിയെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ ആശയപരമായ കരുത്തുള്ള ഒരു പ്രസ്ഥാനമായി നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുക എന്ന സന്ദേശമാണ് ഈ നേതാക്കന്മാരെ അനുസ്മരിക്കുമ്പോൾ, പ്രത്യേകിച്ചും PR-നെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ഓർമ്മകളോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കൃതജ്ഞത, ഏറ്റവും വലിയ പ്രതിബദ്ധത എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ബഹുമാന്യ സഖാക്കള്, സഖാവ് PR-ന്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സഖാക്കളോട് പറഞ്ഞത് സംഘടനയെ വളർത്തുകയാണ്. സംഘടന ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഉണർത്തുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തമായി മുന്നോട്ട് വയ്ക്കുക, പ്രവർത്തനമായി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്നെ വാക്കു നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാർട്ടിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട എൻ്റെ സഖാക്കളെ, സഹോദരി തന്നെ മറ്റു നേതാക്കന്മാരെയൊക്കെ തന്നെ അനുസ്മരിക്കുന്നത് അവരെ ഓർക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവർ ചെയ്ത പ്രവർത്തനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ മണ്ഡലത്തിൽ പാർട്ടി ശക്തമായിട്ട് കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ആദ്യപടിയായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുടുംബസംഗമങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് ആ കുടുംബസംഗമത്തിൽ നമ്മുടെ പാർട്ടിയുടെ പ്രാദേശിക തലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് അവിടെ നല്ല പ്രഭാഷണം നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് മഹിളകളെ അടക്കം പങ്കെടുത്തുകൊണ്ട് ആ പ്രദേശത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അവിടെയാണ് നമുക്ക് വേണ്ടത്, അവിടെയാണ് നമുക്ക് പാകപ്പിഴകൾ ഉണ്ടായത്. പ്രാദേശിക തലത്തിലുള്ള ഒരു കെട്ടിപ്പടുക്കലിന് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് നമ്മളൊക്കെ തന്നെ എല്ലാവരും തന്നെ ആത്മാർത്ഥതമായിട്ട്, ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല, യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അവസാന കാലഘട്ടത്തിൽ മാത്രമേ നോക്കുന്നുള്ളൂ. അതുപോലെ സ്ഥിരമായിട്ട് നമുക്ക് ആ കമ്മിറ്റികൾ ചലിപ്പിച്ചേ പറ്റൂ. അതിനാണ് നമ്മൾ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. ആ കുടുംബസംഗമം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആലോചിക്കുന്നത് അടുത്ത കുടുംബസംഗമം വരുമ്പോഴാണ്. അതിന് പകരം വളരെ ഗൗരവത്തോടുകൂടി എടുത്തുകൊണ്ട് ഈ പാർട്ടിയെ കൂടി നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ പോരായ്മകൾ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ആ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത് എത്ര വലിയ ആളായാലും എത്ര ചെറിയ ആളായാലും പോരായ്മകൾ തന്നെയാണ്. പാർട്ടി പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസംഗത്തിലോ അല്ലെങ്കിൽ അതിലോ ഒരുങ്ങി നിൽക്കുന്നതല്ല, മറ്റ് പ്രവർത്തനത്തിലാണ്. അതൊക്കെ തന്നെ പഠിപ്പിച്ചവരാണ് നമ്മളെ PR-ഉം അരങ്ങേശ്വരനും കുഞ്ഞാക്കുറുപ്പും അതോടൊപ്പം തന്നെ ചന്ദ്രശേഖരനും ഒക്കെ തന്നെ. അരങ്ങേശ്വരനെ കുറിച്ചൊക്കെ തന്നെ പറയും, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ കട്ടാമ്പള്ളി സമരത്തെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞില്ലേ. അതേസമയം PR-നെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു, നേരെ നടന്ന് KMSP-യോടൊപ്പം നടന്നുപോയി നമ്മുടെ കല്ലിക്കണ്ടി പാലത്തിൻ്റെ അടുത്ത് വെച്ച് അദ്ദേഹം മർദ്ദനമേറ്റു. ആ മർദ്ദനമേറ്റപ്പോഴൊക്കെ തന്നെ അന്ന് HV കമ്മത്തൊക്കെ തന്നെ പിന്നീട് വീണ്ടും ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അവരൊക്കെ പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ മാത്രമല്ല, സാധാരണ നാടിൻ്റെ പ്രവർത്തകരാണ്. ആ പ്രവർത്തകരെ പോലെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, അത് നിർബന്ധമാക്കണം. പാർട്ടി പ്രവർത്തകരായത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. വളരെ ശക്തമായിട്ട് നമ്മൾ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ കുടുംബസംഗമങ്ങളൊക്കെ തന്നെ വിജയിച്ചേ പറ്റൂ. വളരെ നല്ല രീതിയിൽ എല്ലാ അർത്ഥത്തിലും കുടുംബസംഗമങ്ങൾ വിജയിപ്പിക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും.
നല്ല രീതിയിൽ നടത്തിയ കുടുംബ സംഗമങ്ങളാണ്. കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങൾ പ്രാദേശിക തലത്തിൽ സംഘടിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. സത്യമാണത്, യാതൊരു സംശയവുമില്ല. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധ്യമല്ല. ആ വിധത്തിലാണ് ഏറ്റവും നന്നായിട്ട് രണ്ടായിട്ടൊക്കെ തന്നെ നടക്കുന്ന, പൊയിലൂരൊക്കെ തന്നെ നടക്കുന്ന കുടുംബ സംഗമങ്ങൾ ഗംഭീരമായിരുന്നു. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ നടക്കണം. അതോടൊപ്പം നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇനി തുടങ്ങുന്നത് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ വരാൻ പോവുകയാണ്. നമ്മുടെ 26-ാം തീയതിയാണ് സഖാ PR ചിത്രോത്സവം. PR-ന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം 400-ഓളം കുട്ടികളും അതുപോലെ തന്നെ വലിയ ആളുകളും ഒക്കെ തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള ആ ചിത്രരചന മത്സരം അത് വളരെ ഗംഭീരമായിട്ട് നടത്താനാണ് ഇപ്രാവശ്യവും നമ്മൾ സാധിക്കുന്നത്. എല്ലാ വർഷവും നന്നായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പിന്നീട് യുവജന സംഘമുണ്ട്, വിദ്യാർത്ഥി യുവജന സംഘവും, മഹിളാ സംഘമുണ്ട്. മഹിളാ സംഗമം ഇപ്രാവശ്യം കുറച്ചും കൂടി നന്നായിട്ട് തന്നെ നടത്തണം എന്നതാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു മെഗാ തിരുവാതിര സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞതാ, മെഗാ തിരുവാതിര. നമ്മുടെ പാനൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് മെഗാ തിരുവാതിര. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഒരു ആവേശം തരുന്നതാണ്, വെറുതെ ഷോയിന് വേണ്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതുവരെയായിട്ട് എല്ലാ സമ്മേളനങ്ങളും വിജയിപ്പിച്ചത് നമ്മുടെ മഹിളാ പ്രവർത്തകരാണ്. എല്ലാ സമ്മേളനവും. കാരണം നന്നായിട്ട് തന്നെ ചുവട് വെച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുൻനിരയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ പ്രാവശ്യവും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് അവസാനം റാലിക്കാണ്. റാലിക്ക് മുമ്പേ ഈ പറഞ്ഞ മാതിരി മേളയും ഒക്കെ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. അതുപോലെ തന്നെ യുവാക്കളുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടി ശക്തിപ്പെടുത്താനുണ്ട്. കുറേ കൂടി എന്ന് പറയുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ പറയുകയാണ്, കുറേ കൂടി ശക്തിപ്പെടുത്തണം. അത് പ്രായോഗിക തലത്തിലേക്ക് വരണം. പ്രസംഗത്തിലൂടെയല്ല, പ്രായോഗിക തലത്തിലേക്ക് വരണം. അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇതൊക്കെ തന്നെ ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ്. അതിൻ്റെ രീതിയിൽ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ സാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എവിടെയും വെച്ചാൽ നമുക്ക് പരാജയമുണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായിരുന്നു. നമുക്ക് മാത്രമല്ല, CPM-ന് അടക്കം നല്ല പരാജയമുണ്ടായിട്ടുണ്ട്. അവർ വിജയിക്കുമെന്ന പല വാർഡുകളിലും അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് ഞാൻ അതൊക്കെ തന്നെ പ്രാദേശിക തലത്തിൽ അതിൻ്റെ ചർച്ചകളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് ആ ചർച്ചകളിലൂടെ എങ്ങനെയാണെന്നൊക്കെ തന്നെ കണ്ടുപിടിച്ച് പ്രാദേശിക തലത്തിൽ തന്നെ അത് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഇല്ലായ്മ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രൂപത്തിലേക്ക് വരുന്നാൽ മാത്രമേ വീണ്ടും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക കൂത്തുപറമ്പ് മണ്ഡലത്തിലും വടകരയിലും ഒക്കെ തന്നെ വളരെ ശക്തമായ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവിടെയൊക്കെ തന്നെയുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ മാത്രം വിജയിച്ച ചരിത്രങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ പകുതിയോളം എത്തിച്ചേരാൻ ഇനിയും നമുക്ക് സാധിക്കും, നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ട്. അതുകൊണ്ട് പരാജയപ്പെട്ടു എന്നതുകൊണ്ട് സ്ഥാനാർത്ഥികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, പരാജയപ്പെട്ടു എന്നതുകൊണ്ട് മാറി നിൽക്കാതെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പ്രാദേശിക തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. സഖാവ് PR അരങ്ങൽ ശ്രീധരൻ, K ചന്ദ്രശേഖരൻ, കുഞ്ഞാക്കുറുപ്പ് നമ്മുടെ വളരെയധികം ഈ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇവിടെ മനഃതന്ത്രമൊക്കെ സൂചിപ്പിച്ചു. സഖാവ് PR-ന്റെ സഹകരണ ബില്ലും അതുപോലുള്ള കാര്യങ്ങളും ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനങ്ങളും മന്ത്രിയായ സമയത്തൊക്കെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ നമുക്ക് നാടിനും നാട്ടാർക്കും അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കും അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. അവർക്ക് മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇന്നും ഓർക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിലൊക്കെ തന്നെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നു. അധ്യക്ഷനും സ്വാഗത സംഘം ചെയർമാനുമായ PK പ്രവീൺ, സ്വാഗത ഭാഷണം നടത്തിയ P ദിനേശൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മനയത്യന്ത്രൻ, ജ്യോതി തെളിയിച്ച കുമാരേട്ടൻ, നമ്മുടെ MLA KP മോഹനൻ, പാർട്ടി നേതാക്കളായ ഗിരിജൻ, രവീന്ദ്രകുന്നോത്ത്, ഉഷാരേരോത്ത്, കരുവകണ്ടി ബാലൻ, OP ഷീജ, രഞ്ജിത്ത്, പ്രഭാകരൻ, മോഹനൻ മാസ്റ്റർ, മറ്റു പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, സഖാക്കളെ, വളരെ പ്രൗഢമായ ഒരു പഠനാർഹമായ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഈ 4 നേതാക്കന്മാരെ പറ്റിയും
ഒരു അധികരിച്ചൊരു പ്രസംഗം ഇത്തരുണത്തിൽ ശരിയാവില്ല എന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ വിജയപരാജയങ്ങളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയുമൊക്കെ പഠിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. കേരളത്തിൽ RJDയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയങ്ങളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. 2-3 മുന്നണികളായിട്ടാണ് മത്സരിച്ചതെങ്കിലും പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ തിരിഞ്ഞു മറിഞ്ഞു ജാതിയും മതവും ഒക്കെ വല്ലാത്ത തരത്തിൽ സ്വാധീനിച്ചുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടിക്ക് പല സ്ഥലങ്ങളിലും പരാജയം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആ പരാജയത്തിലൊന്നും ദുഃഖിതരാവാതെ തോറ്റ സ്ഥാനാർത്ഥികളും ജയിച്ച സ്ഥാനാർത്ഥികളും ജയിക്കുമെന്ന് വിചാരിച്ചു തോറ്റ സ്ഥാനാർത്ഥികളും സാധാരണ നിലക്ക് തോൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷെ വിജയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിന്ന് തോറ്റതോ തോൽപ്പിച്ചതോ ആയ സ്ഥാനാർത്ഥികളും അവരെല്ലാം അടങ്ങിയ ഈ സദസ്സിൽ ആദ്യമായിട്ട് അവരെല്ലാവരെയും, ജയിച്ചവരെ മാത്രമല്ല തോറ്റവരെയും ഈ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രവർത്തിച്ച, പ്രത്യേകിച്ച് നമ്മുടെ പാർട്ടി വളരെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് എല്ലാ പഞ്ചായത്തിനെ പറ്റിയും എനിക്കറിയില്ല, പക്ഷെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. സഖാവ് PR, സഖാവ് കുഞ്ഞിരാമക്കുറുപ്പ്, സഖാവ് ശ്രീധരേട്ടൻ, സഖാവ് ചന്ദ്രശേഖരൻ. ഒരുപക്ഷെ ഈ നിയോജക മണ്ഡലത്തിന് ഒരിക്കലും മറക്കാനാവാത്ത, നമ്മുടെ നിയോജക മണ്ഡലവുമായി ഗാഢബന്ധം പുലർത്തിയ 4 മഹത് വ്യക്തിത്വങ്ങളായിരുന്നു ഈ 4 പേർ. 25 കൊല്ലം മുമ്പുള്ള ഒരു ജനുവരി 18-ാം തീയതി ഞാൻ ഓർമ്മിക്കുകയാണ്. സഖാവ് PR അന്തരിച്ചു. 18-ാം തീയതി രാവിലെ ആ മൃതശരീരം പാനൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിലെത്തി. താനുണ്ടാക്കിയ, താൻ വളർത്തിയ പാനൂർ ഹൈസ്കൂളിന്റെ മുറ്റം 6-7 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിന്റെ ഇതിഹാസ പുരുഷനായ, കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വീരപുരുഷനായ സഖാവ് PR-ന്റെ അന്തിമ ജഡം കാണാൻ 10,000-കണക്കിന് ആളുകളാണ് പാനൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിലെത്തിയത്. പാനൂരിൽ നിന്ന് 4-5 കിലോമീറ്റർ അകലെയുള്ള പുത്തൂരിലെ മടത്തിൽ വീട്ടിലേക്ക് അന്ന് ശരിക്കു പറഞ്ഞാൽ 10,000-ങ്ങളുടെ ഒരു വിലാപയാത്രയായിരുന്നു. ആ വിലാപയാത്രയിൽ പാർട്ടിക്കാർ മാത്രമല്ല, ആ വിലാപയാത്രയിൽ ഉണ്ടായിരുന്നത് പല കാലഘട്ടങ്ങളിൽ PR-നെതിരായി പ്രവർത്തിച്ചവരും ഇണങ്ങിയും പിണങ്ങിയും നിന്ന ഒട്ടനവധി നേതാക്കളും ഉണ്ടായിരുന്നു. ഞാൻ ഓർമ്മിക്കുന്നു, ദാസമാഷ്, അശോകൻ മാഷ്, KM സൂപ്പിക്ക, ഇങ്ങനെയുള്ള നേതാക്കന്മാരടക്കം സഖാവ് PR കുഞ്ഞുനാൾ മുതൽ ഓടിയും നടന്നും കളിച്ചും ചിരിച്ചു നടന്ന പുത്തൂർ പാനൂർ റോഡിലൂടെ 10,000-കണക്കിന് ആളുകൾ ആണ് സഖാവ് PR-നെ ഒരു നോക്ക് കാണാൻ അന്ന് എത്തിയത്. വൈകുന്നേരം ആവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ചീത്ത അണഞ്ഞു തീർന്നിരുന്നു. 25 വർഷമായി സഖാവ് PR നമ്മ വിട്ടുപിരിഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ ജീവിത കഥയിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നേരത്തെ സഖാവ് മനയത്ത് അത് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത്
കേരളത്തിന്റെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ ഇത്രയധികം ശക്തിയുള്ള, ഇത്രയധികം ആജ്ഞാശക്തിയുള്ള, ഇത്രയധികം സംഘടനാ വൈഭവമുള്ള, ഇത്രയധികം ത്യാഗം സഹിച്ച ഒരു രാഷ്ട്രീയ നേതാവും സഖാവ് PR-നെ പോലെ മറ്റൊരാൾ ഉണ്ടാവില്ല. അതാണ് ഞാൻ കാണുന്ന ഒരു വലിയ വ്യത്യാസം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പ്രാദേശികമായിട്ട് പറയാം. നമ്മളെ പാർട്ടി അന്ന് ഈ നിയോജക മണ്ഡലത്തിൽ വളരെ ശക്തമായ പാർട്ടിയായിരുന്നു, പ്രത്യേകിച്ച് കുന്നോത്തുപറമ്പിലൊക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പാർട്ടിയെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു 10-20 ആളുകൾ അടങ്ങുന്ന സംഘത്തെ ഒരിക്കലും അവരെ വെല്ലുവിളിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിരുന്നില്ല. ഈ പാറാട്ടിനും കുന്നോത്തുപറമ്പിനും ഇടയ്ക്ക് വെച്ച് നമ്മുടെ പാർട്ടി സഖാക്കളെ ക്രൂരമായി മർദ്ദിച്ചു. കുറെ കൊല്ലം മുമ്പാണ്. സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പാർട്ടിയുടെ ശരിക്കു പറഞ്ഞാൽ അവർ പടയാളികളായിരുന്നു. അവരെയാണ് ഒരു സന്ധ്യാനേരത്ത് പാറാട്ടി വെച്ച് ആക്രമിച്ചത്. ഞാനും നമ്മുടെ പാർട്ടി സഖാക്കളും ഇവിടെ ഈ PR-ന്റെ വീട്ടിലേക്ക് എത്തി. PR-ന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്താ PR ചെയ്തതെന്നറിയാമോ? അദ്ദേഹം ഉടുത്തിരുന്ന ഒരു ലുങ്കിമുണ്ടാണ്, ഒരു ചെറിയ ഷർട്ടും. എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി. ഞാൻ ചോദിച്ചു, എവിടത്തേക്കാ പോകുന്നത്? പാറാട്ടേക്ക് പോകണം. എന്തിന് പാറാട്ടേക്ക് പോകണം? എന്റെ സഖാക്കളെ അടിച്ചതിന് പ്രതികാരം ഇപ്പൊ തന്നെ ചെയ്യണം. അദ്ദേഹത്തിന്റെ കാലിന് വീണിച്ച് നമ്മളൊക്കെ പറഞ്ഞു, ഇപ്പം വേണ്ട. അതായിരുന്നു PR, അതായിരുന്നു നേതാവ്, അതാവണം നേതാക്കന്മാർ. അങ്ങനത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് ശരിക്കും വേണ്ടത്. ആർക്കങ്ങനെ സാധിക്കുക? MLA ആയ PR, മന്ത്രിയായ PR, ആ PR ആണ് പറയുന്നത്, വാ നിങ്ങൾ ഒന്നിച്ചു വാ, ഞാനുണ്ടാവും, പാറാട്ടേക്ക് പോവുക എന്ന്. അതായിരുന്നു PR. കാരണം എന്തുകൊണ്ട്? അദ്ദേഹത്തെ ജീവനോളം ആളുകൾ സ്നേഹിച്ചു. 1963 കാലഘട്ടത്തിൽ പോലീസും പട്ടാളവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ലീഗും സകല കുണ്ടാമണ്ടികളും ഒക്കെ തന്നെ എതിർത്തിട്ടും നമ്മൾ പിടിച്ചു നിന്നു. ഈ വീട്ടിലേക്ക് ആള് വന്നില്ലേ? പുലിയെ അതിന്റെ മടയിൽ വെച്ച് തന്നെ കയറി എതിർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിക്കോളോസിന്റെ പോലീസ്, ശങ്കറിന്റെ പോലീസ്, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ലീഗും സകല പാർട്ടികളും ഒന്നിച്ച് ഈ വീട്ടിലേക്ക് പോലീസ് ഇരച്ചു കയറിയപ്പോൾ അതിനെതിർത്തത് ആരാണ്? ഈ പുത്തൂരിലെ പെൺപടയായിരുന്നു, പുത്തൂരിലെ സ്ത്രീകളായിരുന്നു. ഇന്ന് നമുക്കതിന് കഴിയുമോ? അവിടെയാണ് ചോദ്യം. ആ പെൺപട, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, തോക്കുമായി ഈ വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ച ആക്ഷൻ കമ്മിറ്റിക്കാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, കൊയ്യാൻ വന്ന അരിവാൾ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓരോ വീട്ടിന്റെ മുറ്റത്ത് കാലുകുത്തണമെങ്കിൽ, അവിടെ ഒരാൾക്ക് കടക്കണമെങ്കിൽ ഞങ്ങളെ കൊന്നിട്ടേ സാധിക്കുമോ എന്ന് പറഞ്ഞ പുത്തൂരിലെ സ്ത്രീകൾ, സോഷ്യലിസ്റ്റ് സ്ത്രീകൾ, അതായിരുന്നു PR, അതായിരുന്നു നേതൃത്വം, നേതാവ്. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞേ ഉള്ളൂ. പറഞ്ഞാലും തീരാത്ത ഒരുപാട് കാര്യങ്ങൾ PR-നെ പറ്റി, കുഞ്ഞിരാമക്കുറുപ്പിനെ പറ്റി, ചന്ദ്രശേഖരനെ പറ്റി, ശ്രീധരേട്ടനെ പറ്റി. ആക്ഷൻ കമ്മിറ്റിയുടെ കാലഘട്ടം, ഇവിടെ എല്ലാ വീടുകളും തകർത്ത് തരിപ്പണമാക്കി ആക്ഷൻ കമ്മിറ്റിക്കാർ. ഇവിടെ ആളുകൾക്ക് പീടികയിൽ പോയിട്ട് റേഷനരി പോലും വാങ്ങാൻ സാധിക്കാത്ത സ്ഥിതി വന്നു. ഇതിന്റെ കിഴക്കുള്ള വടക്കേ പൊയിലൂരിൽ തന്റെ സ്വന്തം കുഞ്ഞ് അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് വൈദ്യുതി കുറവാണ്, മണ്ണെണ്ണ വാങ്ങാൻ പോലും സാധിക്കാതെ ആക്ഷൻ കമ്മിറ്റിക്കാർ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ സഖാവ് ശ്രീധരേട്ടനും ചന്ദ്രശേഖരനും പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന്. എന്താ അവർ ചെയ്തത്? അവർ പറഞ്ഞു, ഈ കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ഞങ്ങൾ വരുന്നു എന്ന്. ഏത് വഴിക്കാണ് പോകേണ്ടത്? കല്ലിക്കണ്ടി വഴി. ഏത് വഴിക്കാണ് പോകേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ കൂടിയാണ് പോകേണ്ടത്. PR പറഞ്ഞു, പോവണ്ട ശ്രീധര, പോവണ്ട ചന്ദ്രശേഖര, പോവണ്ട ശ്രീധര, പോവണ്ട സൂപ്പി എന്ന് 100 വട്ടം പറഞ്ഞിട്ടും അവർ അനുസരിച്ചില്ല.
അങ്ങനെ അവർ പോയി. പാർട്ടി സഖാക്കളെ രക്ഷിക്കാൻ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ PR എന്താ ചെയ്തതെന്നറിയോ? PR 50 വീതം ആളുകൾ ഉൾക്കൊള്ളുന്ന 10 സംഘങ്ങൾ ഈ വീട്ടിൽ ഇവിടെ ഈ പുത്തൂരിൽ സജ്ജമാക്കി, എന്തെങ്കിലും അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി. എങ്ങനെയോ ഇത് ശ്രീധരേട്ടൻ അറിഞ്ഞു ഈ പരിപാടി. ശ്രീധരേട്ടൻ പറഞ്ഞു, എന്റെ ഒന്നിച്ച് ഒരൊറ്റ പാർട്ടി പ്രവർത്തനം വരാൻ പാടില്ല. ഈ പാർട്ടിക്ക് വേണ്ടി കല്ലിക്കണ്ടിയിൽ വെച്ച്, ഈ പാർട്ടിക്ക് വേണ്ടി പൊയിലൂരിൽ വെച്ച് രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീണ് മരിച്ചു വീണാലും എന്റെ പാർട്ടി സഖാക്കളെ കുരുതി കൊടുക്കാൻ ഞാൻ തയ്യാറില്ല. അതുകൊണ്ട് ഈ സംഘങ്ങൾ പിരിച്ചുവിടണം. PR-ന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്താ സംഭവിച്ചതെന്നറിയോ? കല്ലിക്കണ്ടിയിൽ വെച്ച് ശ്രീധരേട്ടനെയും സൂപ്പിയെയും മൃഗീയമായി മർദ്ദിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ MP-ആയ മന്ത്രിയായ സഖാവ് ശ്രീധരേട്ടനെ വർഷങ്ങളോളം MLA ആയ അന്നത്തെ KM സൂപ്പിയെ കല്ലിക്കണ്ടിയിൽ വെച്ച് ആക്ഷൻ കമ്മിറ്റിക്കാർ തല്ലിച്ചതച്ചു. ചന്ദ്രശേഖരൻ ഒരു ദിവസം ചന്ദ്രശേഖരൻ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഈ കലാപബാധിത പ്രദേശങ്ങളിൽ കൂടി. ചന്ദ്രശേഖരനെ ഉപദ്രവിച്ചില്ല. പക്ഷേ കോൺഗ്രസുകാരന്റെ ശക്തി കേന്ദ്രമായ ഇന്ന് BJP-കാരന്റെ താമരയിൽ ഒരു ഉളുപ്പുമില്ലാതെ, ഒരു നാണവുമില്ലാതെ BJP-കാരന്റെ താമരയിൽ വോട്ടുകുത്തി BJP-കാരനെ വിജയിപ്പിച്ച ഈ കുളവല്ലൂരിലെ കോൺഗ്രസുകാർ, കുന്നോത്തുറമ്പിലെ കോൺഗ്രസുകാർ അവിടെ വെച്ച് കൂട്ടക്കെട്ടിൽ കുഞ്ഞിരാമനെ കാറിൽ നിന്ന് വലിച്ച് താഴത്തിട്ടു. ചന്ദ്രശേഖരനൊന്നും ആക്കിയില്ല. ഇതൊക്കെ പഴയ കഥകളാണ് കേട്ടോ, ആക്ഷൻ കമ്മിറ്റിയുടെ കാലത്തുള്ള കഥകൾ. കുഞ്ഞിരാമക്കുറുപ്പ് ഈ പാനൂരിലെ സോഷ്യലിസ്റ്റുകാർക്ക് എന്നും വിശ്വസ്തനായ, എന്നും ആരാധ്യനായ നേതാവായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കൂടുതൽ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. സഖാവ് PR, സഖാവ് ചന്ദ്രശേഖരൻ, സഖാവ് ശ്രീധരേട്ടൻ, അതുപോലെ തന്നെ ഈ 4 പേരും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈ മഹത്തായ യാത്രയിൽ, ഈ മഹായാത്രയിൽ പങ്കെടുത്ത സമരധീരരായ, മറ്റൊന്നിനും ആഗ്രഹിക്കാത്ത, അധികാരത്തെക്കാൾ വലുത് ജനസേവനമാണ് എന്ന് വിശ്വസിച്ച നേതാക്കന്മാരായിരുന്നു. എനിക്കും നമ്മുടെ പാർട്ടി സഖാക്കളോട് പറയാനുള്ളത്, അധികാരമല്ല വലുത്. അധികാരം ചെറുതാണ്. JP-ക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ അക്കാലത്തെ ഉപപ്രധാനമന്ത്രി ആവാൻ സാധിക്കുമായിരുന്നു. കോൺഗ്രസിന്റെ മന്ത്രിസഭയിലേക്ക് JP-യെ ക്ഷണിച്ചപ്പോൾ JP പറഞ്ഞത്, ഞാൻ വരുന്നില്ല, ഞാൻ സോഷ്യലിസ്റ്റുകാരനാണ്. അധികാരത്തെക്കാൾ വലുത് ജനങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ, സ്ഥാനമോ മാനമോ കൂടുതലൊന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ ഈ പാർട്ടിക്ക്, ഈ പ്രസ്ഥാനത്തിന്, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് നന്നായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഈ 4 നേതാക്കളുടെയും സ്മരണയ്ക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഭാഷണം അവസാനിപ്പിക്കും. സഖാവ് PR, അരങ്ങിൽ ശ്രീധരൻ, K. ചന്ദ്രശേഖരൻ, കുഞ്ഞിരാമക്കുറുപ്പ് എന്നിവരുടെ കേരളത്തിലെ സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിലെ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ നേതാക്കന്മാരെ കുറിച്ച്, അവരോടൊപ്പം പ്രവർത്തിച്ചവർ, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയുന്നതും പുതിയ കാര്യങ്ങൾ, നമ്മൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളുമൊക്കെ ഇവിടെ പങ്കുവച്ചു. എന്തിനാണ് ഇത്തരം മഹാരഥന്മാരായ നേതാക്കന്മാരുടെ അനുസ്മരണ സമ്മേളനങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്? നമ്മൾ മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, സാംസ്കാരിക നായകന്മാരുടെ ചരമവാർഷിക ദിനങ്ങളിൽ ഇതുപോലെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇതൊരു കേവലമായ ഒരു ചടങ്ങ്, അത് ചാക്രികമായി നടന്നു പോകുന്നതിനപ്പുറത്ത് ആശയപരമായി, സംഘടനാപരമായി ഇത്തരം പരിപാടികൾ
നൽകുന്ന ഒരു ഊർജമുണ്ട്, ഒരു സന്ദേശമുണ്ട്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയേറ്റ ഘട്ടത്തിലാണ് നമ്മൾ ഈ വർഷത്തെ അനുസ്മരണ പരിപാടി നടത്തുന്നത്. ഇപ്പൊ പലരും, എല്ലാ നേതാക്കന്മാരും സൂചിപ്പിച്ചു, PR ഈ പ്രദേശത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. ഒരു ഘട്ടത്തിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും അവരെല്ലാം ഒരു വശത്തും, PR മാത്രം ഒരു വശത്തും നിന്ന് രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടത്തിയിരുന്നു. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും PR-ഉം വിജയിച്ചിരുന്നു. വിജയിച്ചു വെച്ചാൽ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്നു. അതാണ് നമ്മുടെ ചരിത്രം. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രദേശത്ത്, പ്രത്യേകിച്ച് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ, ഞാനതിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ള അപ്രമാദിത്യം, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമുക്കുണ്ടായിരുന്ന മേൽക്കൈ, ചന്ദ്രമാഷ് പറഞ്ഞു, ലോഹ്യയെയും JP-യെയും ഉദാഹരണം പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഭരണ സംവിധാനത്തിൽ, തിരുതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൽ ഒരു ജനപ്രതിനിധി ആവുക എന്നുള്ളത് കൂടുതൽ ജനങ്ങളുടെ ഭരണപരമായ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള നിരവധി കാര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി ഒരു ജനപ്രതിനിധിക്ക് കൂടുതൽ സാധിക്കും. അതുകൊണ്ട് അത്തരം സ്ഥാനങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ പാർട്ടി മത്സരിക്കുന്നത്. അതില്ലെങ്കിലും പ്രവർത്തിക്കണം, ജനങ്ങളിലേക്ക്, ജനങ്ങളോടൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആശയപരമായിട്ടുള്ള നിലപാട്. അതിലാണ് ചന്ദ്രമാഷ് ഊന്നി പറഞ്ഞത്. പക്ഷെ ഇതും ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധി ആവുക എന്നുള്ളത് ഏത് തലത്തിലായാലും പ്രധാനമാണ്. അപ്പൊ അത്തരമൊരു പ്രക്രിയ നടക്കുകയും അതിൽ മുമ്പില്ലാത്ത വിധത്തിൽ നമുക്ക് തിരിച്ചടിയേറ്റ ഒരു സന്ദർഭമാണ്. ഇതിന്റെ കാരണങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം തിരിച്ചടിയേറ്റ സന്ദർഭത്തിൽ നമ്മുടെ ഈ പ്രസംഗം വെറും ഒരു ചടങ്ങും പ്രസംഗവും ഒരു അധര വ്യായാമമാകുന്നതിനപ്പുറത്ത് പൂർവകാലങ്ങളിൽ നമ്മുടെ പൂർവ്വസൂചികളായിട്ടുള്ള നേതാക്കന്മാർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് സധൈര്യം നേരിട്ടതെന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും ആ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയും ആ അനുഭവം ചരിത്ര മുഹൂർത്തങ്ങളും നൽകുന്ന അമൂർത്തമായ ഓർമ്മകളും സ്മരണകളും അനുഭവങ്ങളും അത് വർത്തമാനകാല സാഹചര്യത്തിൽ ഊർജമാക്കിക്കൊണ്ട് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാലക ശക്തിയായി ഇത്തരം സന്ദർഭങ്ങളും സമ്മേളനങ്ങളും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എക്കാലത്തും നമ്മൾ UDF-ന്റെ ഭാഗമാവും LDF-ന്റെ ഭാഗമാവും എല്ലാ കാലത്തും നമ്മൾ വിജയിച്ചു വന്ന ഒരു ഡിവിഷനായിരുന്നു. നോക്കൂ, ഇതിന്റെ ചുറ്റിലുമുള്ള ഡിവിഷനുകളിലെല്ലാം കൂടി 40,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 3 പന്ന്യന്നൂരായാലും പാട്യമായാലും കതിരൂരായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയമായ വോട്ട് നടക്കുന്ന ഡിവിഷനാണ് ജില്ലാ പഞ്ചായത്ത്. പക്ഷെ നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ പരാജയം ഏറ്റുവാങ്ങി. അതുകൊണ്ട് PR എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയും ഒറ്റയ്ക്ക് പോരാടിയതുപോലെ അതിനുള്ള സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണോ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ ബഹുഭൂരിപക്ഷ സ്ഥലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മുന്നേറ്റം നമ്മുടെ പാർട്ടിക്ക് ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിലെമ്പാടും 300-ലധികം സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇപ്പം 65 സീറ്റിലേക്ക് ചുരുങ്ങി പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ. അത് വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ. പക്ഷെ ഞാൻ പറയുന്നത്, ഇവിടെ നിയോജക മണ്ഡലത്തിൽ 14,000-ലധികം വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നിട്ട് നിൽക്കുമ്പോഴും നമ്മൾ മത്സരിച്ച സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ചില തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മറ്റുള്ളവർക്കെല്ലാം വേണ്ടി ആത്മാർത്ഥമായി വെള്ളം കോരുമ്പോൾ ആ നിലക്ക് ഇതിൽ BJP-യുടെ ഇടപെടലും അവരുടെ വോട്ട് കച്ചവടവും ഒക്കെ മാറ്റി നിർത്തിയാലും
നമ്മൾ ആത്മാർത്ഥമായി വെള്ളം കോരുമ്പോൾ തിരിച്ചും നമ്മൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ഘടകകക്ഷികളായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കക്ഷികൾ തിരിച്ചും അങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള ഉറപ്പ് നമ്മൾ വരുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത്തരം പ്രയാസങ്ങൾ അത് അറിയിക്കേണ്ട സ്ഥലത്ത്, ഉന്നയിക്കേണ്ട സ്ഥലത്ത് അത് പൊതുവേദിയിൽ ചർച്ചയ്ക്ക് വെക്കാതെ അത്തരം വേദികളിൽ ചർച്ച ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അത്തരം വിലയിരുത്തലുകൾക്ക് വിധേയമാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഹ്രസ്വമായ പദവിന്യാസത്തിന് വിരാമമിട്ടുകൊണ്ട് നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കൊണ്ടുള്ള പ്രഭാഷണങ്ങൾ ഒരുപാട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും ഇനി പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. PR-ന്റെ ആശയങ്ങളും അതുപോലെ തന്നെ ആദർശങ്ങളും അതിന് ആ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം കാണിച്ചു തന്ന മാർഗങ്ങളും അതൊക്കെ തന്നെ അതിനുവേണ്ടി നമ്മളെ കയ്യിലേൽപ്പിച്ച ഒരു പ്രസ്ഥാനവും നമ്മളെടുക്കേണ്ട. ഇതെത്രമാത്രം നമ്മൾ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുനർചിന്തനം നടത്താൻ നമ്മളിൽ പാർട്ടി പ്രവർത്തകരായി നമ്മൾക്ക് സാധ്യമാകേണ്ടതായിട്ടുണ്ട്. അതായിരിക്കണം ഈ വരുന്ന ഈ ഒരു മാസക്കാലത്തെ PR-ന്റെ ചരമവാർഷിക ദിനാചരണത്തിൻ്റെ ഭാഗമായി ഈ ഒരു മാസക്കാലം നമ്മുടെ കൂത്തുപറമ്പിലും അതുപോലെ ജില്ലയിൽ ഒട്ടുക്കും നടക്കുന്ന പ്രചരണങ്ങളിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർ ചിന്തിക്കേണ്ട വിഷയം. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുനർചിന്തനം നടത്തിയിട്ടാവണം നമ്മൾ മറ്റുള്ള ആളുകളെ വിമർശിക്കാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ പലതും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്കൊന്നും പോകാതെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ തോൽവിയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ്, ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് വിശകലനം നടത്തിക്കൊണ്ടിരിക്കുക, മറിച്ചും തിരിച്ചുമൊക്കെ. നമ്മളെ കാര്യത്തെക്കുറിച്ച് ഒരു വാക്ക് എന്നോട് സൂചിപ്പിക്കുക. ഏതായാലും പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ ഉള്ള സ്ഥിതിക്ക് കഴിഞ്ഞ തവണ 39 സീറ്റിലാണ് നമ്മൾ ജില്ലയിൽ മത്സരിച്ചത്. 13 സീറ്റിലാണ് നമുക്ക് ജയിക്കാൻ സാധിച്ചത്. ഈ തവണ നമ്മൾ മത്സരിച്ചത് 33 സീറ്റിലാണ്. നമുക്ക് ജയിക്കാൻ സാധിച്ചത് വെറും 8 സീറ്റിൽ മാത്രമാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് അടക്കം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഇതാണ് നമ്മുടെ വിലയിരുത്തലിൽ നമുക്ക് കാണേണ്ടത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ തോൽവിയോ വിജയമോ എല്ലാം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യലിസ്റ്റ് ആശയത്തെ മുറുകെ പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ നേരത്തെ ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞു, ചന്ദ്രശേഖരനെയും ജയപ്രകാശിനെയും ഒക്കെ തന്നെ പറഞ്ഞു. അവരൊക്കെ നമ്മളോട് തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയമുണ്ടായാൽ മാത്രമേ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെ തന്നെ പറഞ്ഞത് ഒരു ആശയത്തിൽ നിൽക്കണമെന്നാ. ആ ആശയത്തിന്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കണം ഈ ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടാകേണ്ടത് എന്നാ സൂചിപ്പിച്ച്. അതാണ് ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, അതാണ് ഈ ജനതാ പ്രസ്ഥാനം ഇന്നും കൊണ്ടു നടക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് വിജയ പരാജയങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒറ്റ വാക്കേ സൂചിപ്പിക്കാനുള്ളൂ. 2015-2020 കാലഘട്ടം നിങ്ങളൊന്ന് ഓർക്കണം. ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിൽ ഒരംഗം പോലും ഇല്ലാത്ത ഒരു പാർട്ടിയായിരുന്നു നമ്മുടേത്. ആ ഒരംഗം പോലും ഇല്ലാതിരുന്നിട്ടും ആ 5 കൊല്ലം ഈ പാർട്ടിയുടെ ഒലിച്ചു പോയില്ല. ഈ പാർട്ടിയിലെ ഒരു പ്രവർത്തകനും അതിന്റെ പേരിൽ പാർട്ടി വിട്ടു പോയിട്ടുമില്ല. ഈ പാർട്ടി അതേപോലെ നിലനിന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ 2020-2025 കാലഘട്ടം നമ്മൾ ആലോചിക്കണം. നമുക്കവിടെ ഒരു MLA ഉണ്ട്, ഒരു ഘടകകക്ഷിയായി നമ്മൾ ആ മുന്നണിയിലുണ്ട്. ആ മുന്നണിയിലെ മറ്റ് പല കക്ഷികൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ ജനതാദൾ എന്ന RJD-യുടെ ഒരു പ്രതിനിധിയായ ഒരു MLA-ക്ക് ആ നിയമസഭയിൽ, ആ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കിട്ടിയില്ല. നമ്മൾ പലവരും ആവശ്യപ്പെട്ടു, നമ്മളെ അവഗണിച്ചു. ആ അവഗണനയൊക്കെ തന്നെ നമ്മൾ ഏറ്റുവാങ്ങി. പക്ഷെ നമ്മൾ ഈ 5 കൊല്ലവും ആ മുന്നണിയിലും ആ പ്രവർത്തനത്തിലും ഭാഗമായി നിൽക്കുക. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയുണ്ട്. അതുകൊണ്ട് നിയമസഭയിൽ പ്രാതിനിധ്യമോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അല്ല RJD അല്ലെങ്കിൽ PR ഉണ്ടാക്കിയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം നിലകൊള്ളുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനും പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും PR-നെ നെഞ്ചിലേറ്റിക്കൊണ്ട്, PR-ന്റെ ആശയങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട്,
PR ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രയാണത്തിൽ നമുക്ക് ഒന്നുചേരാം, ഒരുമിച്ച് കൈകോർക്കാം. ഇന്നലെ വരെ കോർത്ത കൈകള് ഒന്നുകൂടി ബലമായി പിടിച്ചുകൊണ്ട് ഈ മുന്നണിയിൽ, ഈ പാർട്ടിയിൽ നമ്മൾ തുടരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. നേതൃത്വം നൽകിയ സഖാവ് PR-ന്റെ ഓർമ്മകൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാവി പ്രവർത്തന വഴിത്താരയിൽ ഒരു കരുത്താകട്ടെ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം മാത്രമായി കണക്കാക്കിക്കൊണ്ട് വിജയിച്ചവരും പരാജയപ്പെട്ടവരും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റി എന്ന രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളൊക്കെ സ്വപ്നം കണ്ട, PR-ന്റെ തലമുറ സ്വപ്നം കണ്ട ആ സോഷ്യലിസ്റ്റ് പന്താവിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കാനുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ പങ്കാളികളാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. PR-ന്റെ ഒരു അനുസ്മരണം കൂടി ഇവിടെ കടന്നു പോകുകയാണ്. ഈ വൈകിയ വേളയിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. PR-നെ കുറിച്ച് എന്നേക്കാൾ കൂടുതലായി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എനിക്ക് ഏറ്റവും PR-നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് നൽകുന്നത് PR ആരുടെ മുമ്പിലും തോൽക്കാറില്ല എന്നുള്ളതാണ്. ആ ഒരു സന്ദേശം നമ്മുടെ ഓരോ വ്യക്തിയിലും അടിയുറപ്പിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ പാർട്ടിക്ക് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. കുതന്ത്രങ്ങളും തന്ത്രങ്ങളുമുള്ള ഇന്നത്തെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ നമ്മുടെ ആദർശ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കന്മാരെയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തെക്കാൾ ഉപരി നമുക്ക് നമ്മുടെ ആദർശങ്ങളെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശക്തിയോടുകൂടി നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. മറ്റ് നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് കാലത്ത് സോഷ്യലിസ്റ്റ് സഖാവ് കുമാരേട്ടൻ ജ്യോതി തെളിയിച്ചതോടുകൂടി സഖാവ് PR-ന്റെ 25ാം ചരമവാർഷിക ആചരണ പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സഖാവ് അരങ്ങിൽ K. ചന്ദ്രശേഖരൻ, ശ്രീ കുഞ്ഞിരാമക്കുറുപ്പ് ഇവരുടെ അനുസ്മരണം കൂടിയാണ് ഇവിടെ ഇന്ന് നടന്നിട്ടുള്ളത്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നമ്മുടെ ഈ വർഷത്തെ ചരമവാർഷിക ആചരണ പരിപാടികൾ നടക്കാൻ പോകുന്നത്. ഈ പരിപാടികളെല്ലാം മുഴുവൻ ആളുകളുടെയും സാന്നിധ്യവും സഹകരണം കൊണ്ട് വൻ വിജയമാക്കി തീർക്കണമെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കുന്നത്. ഞാൻ എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ പരിപാടിക്ക് ഉദ്ഘാടനത്തിന് മുന്നോടിയായി ജ്യോതി തെളിയിച്ച കുമാരേട്ടൻ അദ്ദേഹത്തിന് ഈ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സഖാവ് മനയത്ത് ചന്ദ്രൻ, പാർട്ടിയുടെ ദേശീയ സമിതി അംഗം, അദ്ദേഹത്തെയും ഈ സംഘാടക സമിതിയുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അനുസ്മരണ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട നമ്മുടെ MLA KP മോഹനേട്ടൻ, ഇതോടനുബന്ധിച്ച് ഈ പരിപാടിയിൽ സംസാരിച്ച പാർട്ടി നേതാവ് ചന്ദ്രൻ മാസ്റ്റർ, പാർട്ടിയുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത്, ജില്ലാ പ്രസിഡന്റ് ഗിരിജൻ, മഹിളാ ജനതാ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, രവീന്ദ്രൻ കുന്നോത്ത്, ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ദിനേശൻ, അതോടൊപ്പം ഈ വേദിയിൽ സന്നിഹിതരായ മറ്റ് നേതാക്കന്മാർ, ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച PK പ്രവീൺ, ഈ പരിപാടിയെ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.